സംസ്ഥാനത്ത് അടുത്ത 7 ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. മോശം കാലാവസ്ഥയെ തുടർന്ന് തെക്കൻ കേരള തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. അലക്സ് റാം മുഹമ്മദ് വിശദാംശങ്ങളുമായി. അലക്സ്, എന്താണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്? ഇതിൽ കഴിഞ്ഞ ദിവസമൊക്കെ ഓറഞ്ച് അലേർട്ട് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആ തരത്തിലേക്ക് അതിശക്തമായ മഴയ്ക്ക് എവിടെയെങ്കിലും സാധ്യതയുണ്ടോ? അനുജ, ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത എവിടെയുമില്ല. പക്ഷേ മെയ് 19-ന് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള മുൻകൂർ പ്രവചനം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നടത്തുന്നുണ്ട്. അടുത്ത ഒരാഴ്ച കാലത്തേക്ക് സംസ്ഥാനത്ത് മഴ ലഭിക്കും. കാര്യമായി തന്നെ വേനൽ മഴ സജീവമാകും, പരക്കെ മഴ ലഭിക്കും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. പ്രത്യേകിച്ച് മെയ് 19-ന് ആൻഡമാൻ മേഖലയിലേക്ക് ഈ കാലവർഷം എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. മെയ് അവസാന വാരത്തോടുകൂടി കാലവർഷം കേരളത്തിൽ എത്തിച്ചേരാൻ, അതായത് ഇന്ത്യയുടെ തെക്കൻ ഭാഗത്ത്, ദക്ഷിണ ഭാഗത്ത് എത്തിച്ചേരാനുള്ള സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കാണുന്നുണ്ട്. അതിനാൽ മഴ ശക്തമായി ലഭിക്കും എന്നുള്ളതാണ് അവരുടെ പ്രവചനം. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും അതുപോലെ ശ്രീലങ്കയ്ക്ക് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ടെന്നും അതിൽ നിന്ന് ലക്ഷദ്വീപിലേക്ക് ഒരു ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നതായും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ഇതിന്റെ സ്വാധീനത്താലാണ് ഈ വേനൽ മഴ സജീവമാകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടുത്ത ഒരാഴ്ച കാലത്തേക്ക് സംസ്ഥാനത്ത് മഴ സജീവമാകും. പ്രത്യേകിച്ച് ഇന്ന് 9 ജില്ലകളിൽ യെല്ലോ അലേർട്ട്, അതായത് ശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പാണ് യെല്ലോ അലേർട്ട്. അത് പ്രഖ്യാപിച്ചിട്ടുണ്ട് 9 ജില്ലകളിൽ. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെയും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉച്ചയ്ക്ക് ശേഷമുള്ള ഇടിമിന്നലും ശക്തമായ കാറ്റോടും കൂടിയ മഴയ്ക്കാണ് സാധ്യത. മലയോര മേഖലയിലൊക്കെ രാത്രി വൈകി മഴ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ കർശനമായ ജാഗ്രത, പ്രത്യേകിച്ച് ഇടിമിന്നലിനും കാറ്റിനുമൊക്കെ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. തീരവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. അതായത് മണിക്കൂറിൽ പരമാവധി 55 കിലോമീറ്റർ വരെ വേഗതയിലേക്ക് വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ തെക്കൻ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. അതേസമയം തന്നെ ഈ കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും കൂടി സാധ്യത നിലനിൽക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അറിയിക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത തുടരേണ്ടതുമുണ്ട്. ഈ മാസം 19ഓടെ കാലവർഷം കേരളത്തിലെത്താൻ സാധ്യതയുണ്ട്. ഒപ്പം വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. വരുന്ന 7 ദിവസം അത്തരത്തിൽ മഴ തുടരുമെന്ന മുന്നറിയിപ്പാണ്. അതിന്റെ വിവരങ്ങളാണ് അലക്സ് റാം മുഹമ്മദ് നൽകിയത്.